ചെയ്യുകയാണ്. നമുക്ക് ഭക്തിപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പ്രിയാറ്റിൻ ചേട്ടൻ ഇടവകയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംഘടനയിലും അംഗമായിരുന്നു. പ്രത്യേകമായ ഇടവകയുടെ അനുശോചനം കുടുംബാംഗങ്ങൾക്ക് നേരുകയാണ്. കൂടാതെ യോഗത്തിലും ഇപ്പോഴും അതോടൊപ്പം തന്നെ തേർഡ് ഓർഡർ KCC എന്നീ നിലവിലെല്ലാം അദ്ദേഹത്തിന്റെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി അറിയിക്കുകയും കൈക്കാരനായി പാരീഷ് കൗൺസിൽ അംഗമായി അങ്ങനെ വിവിധ മേഖലകളിൽ ഇടവകയുടെ അഭ്യർത്ഥിക്ക് വേണ്ടി വളരെയേറെ അധ്വാനിക്കുകയും തന്റെ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും തന്റെ നിത്യസമ്മാനത്തിനായി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യും. എല്ലാം പൂർത്തിയാക്കി ഏറ്റവും ഭാഗ്യവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട കുര്യാച്ചനെ ഇന്ന ദിവസം ഈ ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുസഭയുടെ നാമത്തിലുള്ള ഈ ശുശ്രൂഷ ആരംഭിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പണനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, ദീർഘരുമാകുന്നു സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമതിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുണവജീവൻ പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ ഉയർപ്പാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേലും അഭിലേഷ. വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കഴിഞ്ഞ ചൊവ്വാഴ്ച മരണം വരെ നമ്മുടെ ജന്മനിത്യമായി വേർതിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട തൊക്കയിൽ കുര്യാച്ചൻ ചേട്ടന്റെ മരണത്തില് അതീവ ദുഃഖിതയായിരിക്കുന്ന കുര്യാച്ചന്റെ പ്രിയപ്പെട്ട ഭാര്യ ആലിസ് ചേച്ചി,
കുര്യാഞ്ചേട്ടൻ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മക്കളായ ബിന്ദു, സിന്ധു, ഇന്ദു, റിന്ദു, മരുമക്കള്, കൊച്ചുമക്കള്, ബന്ധുജനങ്ങള്, സ്നേഹിതര്, ഇവരോട് ആദ്യമായി തന്നെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുക. 61 വർഷം മുമ്പ് കപ്പേൽ മത്തായി മറിയം മകനായി ജനിച്ച് 7 പെങ്ങന്മാർക്കുകൂടി ആകെയുള്ള ഒരേ ഒരു സഹോദരൻ. ഭാവിമഹത്തായ ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം അയച്ചവന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ തിരിച്ചു പോയിരിക്കുകയാണ്. പുത്രനായ ദൈവം പിതാവായ ദൈവത്തിന്റെ സത്ത വെളിപ്പെടുത്തിയതിനാണ്. ആ പിതാവായ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരായി നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ലക്ഷ്യം താൻ സൃഷ്ടിച്ച തന്റെ പ്രിയപ്പെട്ട മക്കൾ തന്നെ പോലെ നാടിനേളെ നന്മ ചെയ്ത് ജീവിക്കണം എന്നുള്ളതായിരുന്നു. തന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് 61 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം പ്രിയപ്പെട്ടവനായി, അയൽക്കാർക്കെല്ലാം നല്ല സ്നേഹിതനായി, ഇടവക സമൂഹത്തിന് നല്ല ഒരു സഭ അംഗമായി തന്റെ ജീവിതം കാഴ്ചവെച്ചതിന് ശേഷം പ്രിയപ്പെട്ട കുര്യൻ ചേട്ടൻ ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ നിന്നും ഭൂരിപക്ഷത്തിന്റെ ഇടയിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. പള്ളിയിലെ 8ാം കൂടാരത്തിലെ 8ാം വാർഡിന്റെ പ്രസിഡന്റായി തന്റെ കഴിവുകളെല്ലാം ഈ വാർഡില് കത്തിപിരിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് കുര്യൻ ചേട്ടൻ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ശരീരം വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വിലാപയാത്ര ആരംഭിക്കുകയാണ്. ഈ പന്തിലുള്ള എല്ലാവരും ദയവ് ചെയ്ത് വഴിയിലേക്ക് ഇറങ്ങി കുരിശും കൊടയും എടുത്ത് ഏറ്റവും മുന്നിൽ കരക്കുരിശെടുത്ത് പോകുക. അതിന് പിറകിലായിട്ട് 2 ലൈനായിട്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കുക. പള്ളിയിൽ തന്നെ സ്വീകരിക്കുവാനായിട്ട്, ദേവാലയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ലൈനായിട്ട് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് എടുത്തുകൊണ്ട് പോകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയും നമ്മുടെ പ്രിയാസിനോടുള്ള സ്നേഹവും ആദരവും പ്രാർത്ഥനയെ പ്രകടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ദയവേത് എല്ലാവരും ഈ പദ്ധതിയിൽ വെളിയിലേക്ക് എന്റെ സഹോദരിയായപ്പോൾ നിങ്ങളുടെ യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധന്മാർ പരമാനന്ദം
പട്ട് വേണം നമുക്ക് പട്ട്